കാശിയിൽ കാശിയിൽ ക്ഷേത്രപൂജയും ഗംഗാസ്നാനവും കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് ഒരു 3 മണിയോടെ ഞങ്ങൾ സങ്കടനിവാരൺ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങി. എന്നിട്ട് അവിടേക്ക് ചുറ്റിക്കറങ്ങാനായി 2 റിക്ഷ വിളിച്ചു. ഒരു റിക്ഷ നമ്മുടെ അടുത്ത് വന്നു നിന്നു. വേറെ ഒരു റിക്ഷ വരാൻ ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. ഒന്നിച്ച് വേണമല്ലോ പോകാൻ, അല്ലെങ്കിൽ 2 വഴിയായി പോകുമല്ലോ. ഉടനെ ഒരു പോലീസുകാരൻ വന്നു. ആ റിക്ഷക്കാരന് കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് കാറുമാറ അടിച്ചു. പാവ റിക്ഷക്കാരൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. എനിക്ക് സങ്കടം സഹിക്കാനായില്ല. ആ പൊരിവെയിലത്ത് റിക്ഷ ചവിട്ടി വിയർത്തു കുളിച്ച് നിൽക്കുന്ന മനുഷ്യനെ പൊതുവെ തല്ലുക എന്ന് വച്ചാൽ ആ പോലീസുകാരനെ അതുപോലെ തല്ലാൻ എനിക്ക് തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആ റിക്ഷക്കാരനെ ഇങ്ങനെ അടിച്ചത്? പോലീസുകാരൻ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ റിക്ഷ നിർത്തിയിടാൻ പാടില്ല, ട്രാഫിക് ജാം ഉണ്ടാവും, കഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾ ചുറ്റിക്കറങ്ങി ആ റിക്ഷയിൽ തന്നെ ഞങ്ങൾ കയറി. വേറൊരു റിക്ഷ വന്നു, അതിൽ മറ്റേ ഫാമിലിയും കയറി. എന്നിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി നടന്നു. എന്നിട്ട് ഒരിടത്ത് ഇറങ്ങി നിന്നു. സങ്കടനിവാരൺ ക്ഷേത്രത്തിലേക്ക് പോകാൻ 2 ഓട്ടോറിക്ഷ വേണം. കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ 2 ഓട്ടോറിക്ഷ വരുന്നു. ആണുങ്ങൾ ആ റിക്ഷ കൈ കാണിച്ചു. അവർ അടുത്തേക്ക് വരികയാണ്. അപ്പോഴുണ്ട് ഒരു പോലീസുകാർ അവളെ പ്രത്യക്ഷപ്പെട്ടു. എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ആണുങ്ങൾ കുച്ചിനായി ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയെന്ന് ഞാൻ ഉടനെ പറഞ്ഞു. അയാൾ ആ ഓട്ടോറിക്ഷ വരികയായിരുന്നു. അവരെ കൈ കാണിച്ച് വരുത്തി. എന്നിട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിർത്തിയിട്ട് ഞങ്ങളെ അതിൽ കയറ്റി വിട്ടു. ഓട്ടോറിക്ഷക്കാരൻ മുന്നോട്ട് പോയി. പക്ഷേ പോലീസുകാരൻ അപ്പോൾ തന്നെ കൈകൊട്ടി വിളിക്കുകയാണ്. റിക്ഷക്കാരൻ തിരിഞ്ഞു നോക്കി. ഓട്ടോറിക്ഷക്കാരനോട് 5 രൂപ വച്ച് തരാൻ പറഞ്ഞു. ഓട്ടോക്കാരൻ തിരിച്ചു വന്നിട്ട് തരാം എന്ന് പറഞ്ഞു നോക്കി. അത് പറ്റില്ല, ഇപ്പോൾ തന്നെ വേണം. ആ പാവം അടിയെ പേടിച്ച് അപ്പോൾ തന്നെ 5 രൂപ വച്ച് 2 പേരും കൊടുത്തു. ഞങ്ങൾ സങ്കടനിവാരൺ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രവും പിന്നെ നമ്മുടെ ഹനുമാൻജിയും ഉണ്ട്. ഒരു മരത്തിൻ്റെ മൂട്ടിലാണ് ഹനുമാൻജി. ശ്രീരാമക്ഷേത്രത്തിൽ തൊഴുത് ഞങ്ങൾ ഹനുമാൻജിയെ അടുത്ത് വന്നു. ആ മരത്തിന് ചുവട്ടിൽ നമ്മൾ 3 പ്രാവശ്യം വലം വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ആ ഹനുമാൻജിയോട് കാതിൽ പറയണം. ആ സങ്കടം മാറ്റിത്തരും എന്നാണ് വിശ്വാസം. അത് അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ ആ മരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് ഹനുമാൻജിയുടെ എന്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തോ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ആ ഓട്ടോറിക്ഷയിൽ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ താമസിക്കുന്ന ജബൽപൂർ സിറ്റിയിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ട്രെയിനിൽ കയറി. ഞങ്ങളുടെ അടുത്ത സീറ്റിൽ അവിടുത്തെ ഒരു മാന്യ വ്യക്തി, ഒരു 10-60 വയസ്സ് വരും, അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്.
അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ കിടന്ന വിഷമം ഞാൻ ആ മാന്യ വ്യക്തിയോട് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരനോട് 5 രൂപ വെച്ച് കമ്മീഷൻ ചോദിച്ചതും റിക്ഷക്കാരനെ പൊതിരെ തല്ലിയതും ഇതെല്ലാം ഞാൻ ആ മാന്യ വ്യക്തിയോട് പറഞ്ഞു. അത് അങ്ങേത് അവിടുത്തെ ആളാണ്. അപ്പോൾ അദ്ദേഹം മറുപടി എനിക്ക് തന്നത് എന്താണെന്നറിയാമോ? പോലീസുകാരൻ 5 രൂപയിലേ ചോദിച്ചുള്ളൂ, പക്ഷേ അവിടുത്തെ ഭരണാധികാരിയായ മായാവതി 5 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് തളർന്നു. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ രാമകൃഷ്ണ പിള്ള പത്രാധിപർ നാട് കടത്തിയില്ലോ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഇരിക്കേണ്ടവൻ ഇരുന്നാലേ ചതയ്ക്കേണ്ടവൻ ചതയ്ക്കുള്ളൂ, ഇരിക്കേണ്ടവൻ നേരെ ഇരുന്നാലേ ചതയ്ക്കേണ്ടവൻ ചതയ്ക്കുള്ളൂ. അന്നത്തെ രാജാവിനെ പറ്റി പറഞ്ഞതാണ്. അതാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. അവിടുത്തെ ഭരണാധികാരി നന്നായാലേ അവിടുത്തെ മറ്റുള്ള ആൾക്കാർ നന്നാവുകയുള്ളൂ. പോലീസായാലും ഗവൺമെൻറ് മറ്റെന്ത് ഉദ്യോഗസ്ഥരായാലും അവർ നന്നാവും. അവരും അതുപോലെ കൈയിട്ട് ആൾക്കാരെ പീഡിപ്പിച്ച് ഇതൊന്നും അവർ കാണില്ല, ഇതെല്ലാം കണ്ണടച്ചു കൊടുക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഞാനത് ആ സമയം ഞാൻ നമ്മുടെ പത്രാധിപർ രാമകൃഷ്ണ പിള്ളയാണ് ഓർമ്മിച്ചത്. നമ്മുടെ നെയ്യാറ്റിൻകര രാമകൃഷ്ണപിള്ള. അദ്ദേഹം പറഞ്ഞ ആ വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ കഥ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് വേണ്ട പ്രോത്സാഹനം തരിക. ഈ പ്രായത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന്. ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചും കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നത്. എൻ്റെ ഞാനിനി എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ഉള്ള കാലം എൻ്റെ കാര്യങ്ങളെല്ലാം പുറലോകം അറിയണം എന്നൊരാഗ്രഹത്തിലാണ്. താങ്ക് യു. കണ്ണനൻ്റെ അമ്മൂമ്മ മോക. എൻ്റെ മോൻ അവിടെ പഠിക്കാൻ പോയി. അവൻ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം വീഡിയോകൾ കറക്റ്റായിട്ട് ഇട്ട് തരും. ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ശരി, നമസ്കാരം.